ഓം ശാന്തി. 24/7/24 പ്രഭാത മുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബയുമായി ഹോൾസെയിൽ വ്യാപാരം ചെയ്യാൻ പഠിക്കൂ. ഹോൾസെയിൽ വ്യാപാരമാണ് മന്മനാഭവ. അൽഫിനെ ഓർമ്മിക്കണം, ഓർമ്മിപ്പിക്കുകയും വേണം. ബാക്കിയെല്ലാം റീറ്റെയിലാണ്. ചോദ്യം: ബാബ തൻ്റെ വീട്ടിലേക്ക് ഏത് കുട്ടികളെയാണ് വെൽക്കം ചെയ്യുന്നത്? ഉത്തരം: ഏത് കുട്ടികളാണോ നല്ല രീതിയിൽ ബാബയുടെ മതമനുസരിച്ച് നടക്കുന്നത്, മറ്റാരെയും ഓർമ്മിക്കാത്തത്, ദേഹസഹിതം ദേഹത്തിൻ്റെ എല്ലാ സംബന്ധങ്ങളിൽ നിന്നും ബുദ്ധിയോഗം വേർപെടുത്തി ഒന്നിൻ്റെ ഓർമ്മയിലിരിക്കുന്നത്, ഇങ്ങനെയുള്ള കുട്ടികളെ ബാബ തൻ്റെ വീട്ടിൽ റിസീവ് ചെയ്യും, സ്വീകരിക്കും. ബാബ ഇപ്പോൾ കുട്ടികളെ പുഷ്പം ആക്കുന്നു, പിന്നെ പുഷ്പമായ കുട്ടികളെ തൻ്റെ വീട്ടിൽ വെൽക്കം ചെയ്യുന്നു. ഓം ശാന്തി. കുട്ടികൾക്ക് തൻ്റെ പിതാവിൻ്റെയും ശാന്തിധാമത്തിൻ്റെയും സുഖധാമത്തിൻ്റെയും ഓർമ്മയിൽ ഇരിക്കേണ്ടതുണ്ട്. ആത്മാവിന് ബാബയെ തന്നെയാണ് ഓർമ്മിക്കേണ്ടത്. ഈ ദുഃഖധാമത്തെ മറക്കേണ്ടതുണ്ട്. ബാബയുടെയും കുട്ടികളുടെയും മധുരമായ സംബന്ധമാണിത്. മറ്റൊരു പിതാവിൻ്റേതും ഇത്രയും മധുരമായ സംബന്ധം ആയിരിക്കുകയില്ല. സംബന്ധം ഒന്നാണ് പിതാവുമായി, പിന്നെ ടീച്ചറുമായും ഗുരുവുമായും ഉണ്ടാകുന്നു. ഇപ്പോൾ ഇവിടെ ഈ മൂന്നും ഒന്നാണ്. ഇതും ബുദ്ധിയിൽ ഓർമ്മയുണ്ടായിരിക്കട്ടെ. സന്തോഷത്തിൻ്റെ കാര്യമാണല്ലോ. ഒരേ ഒരു പിതാവിനെ ലഭിച്ചിരിക്കുകയാണ്. ആ ഒന്ന് വളരെ സഹജമായ വഴി പറഞ്ഞു തരുന്നു. ബാബയെയും ശാന്തിധാമത്തെയും സുഖധാമത്തെയും ഓർമ്മിക്കൂ. ഈ ദുഃഖധാമത്തെ മറന്നുകൊണ്ടേ പോകൂ. ചുറ്റി കറങ്ങുകയും ചെയ്തുകൊള്ളൂ. എന്നാൽ ബുദ്ധിയിൽ ഇത് ഓർമ്മയുണ്ടായിരിക്കട്ടെ. ഇവിടെ ഏതെങ്കിലും തൊഴിൽ കാര്യങ്ങളോ മറ്റോ ഇല്ല. വീട്ടിലിരിക്കുകയാണ്. ബാബ കേവലം 3 വാക്കുകൾ ഓർമ്മിക്കാനായി പറയുന്നു. വാസ്തവത്തിൽ വാക്ക് ഒന്നാണ്: ബാബയെ ഓർമ്മിക്കൂ. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ സുഖധാമവും ശാന്തിധാമവും 2 സമ്പത്തും ഓർമ്മ വരുന്നു. നൽകുന്നവൻ ബാബ തന്നെയാണ്. ഓർമ്മിക്കുന്നതിലൂടെ സന്തോഷത്തിൻ്റെ രസം കയറും. കുട്ടികളായ നിങ്ങളുടെ സന്തോഷം പ്രസിദ്ധമാണ്. കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്. ബാബ നമ്മളെ വീട്ടിൽ പിന്നെ വെൽക്കം ചെയ്യും, റിസീവ് ചെയ്യും. എന്നാൽ ആരാണോ നല്ല രീതിയിൽ ബാബയുടെ മതമനുസരിച്ച് നടക്കുന്നത് അവരെയായിരിക്കും. മറ്റാരെയും ഓർമ്മിക്കുകയില്ല. ദേഹസഹിതം ദേഹത്തിൻ്റെ സർവ്വസംബന്ധങ്ങളിൽ നിന്നും ബുദ്ധിയോഗം വേർപെടുത്തി എന്നെ മാത്രം ഓർമ്മിക്കേണ്ടതുണ്ട്. ഭക്തി മാർഗത്തിലാണെങ്കിൽ നിങ്ങൾ വളരെയധികം സേവ ചെയ്തു, എന്നാൽ പോകുന്നതിൻ്റെ വഴി ലഭിക്കുന്നതേയില്ല. ഇപ്പോൾ ബാബ എത്ര സഹജമായ വഴി പറഞ്ഞു തരുന്നു. കേവലം ഇത് ഓർമ്മിക്കൂ. ബാബ പിതാവുമാണ്, ശിക്ഷകനുമാണ്. സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം കേൾപ്പിക്കുന്നു. അത് മറ്റാർക്കും മനസ്സിലാക്കിക്കാൻ സാധിക്കില്ല. ബാബ പറയുന്നു, ഇപ്പോൾ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. പിന്നെ ആദ്യം സത്യയുഗത്തിൽ വരും. ഈ മോശമായ ലോകത്തിൽ നിന്നും ഇപ്പോൾ പോകേണ്ടതുണ്ട്. ഇവിടെ ഇരിക്കുകയാണെങ്കിലും ഇവിടെ നിന്നും ഇപ്പോൾ പോകാൻ പോവുകയാണ്. ബാബയും സന്തോഷിക്കുന്നു. കുട്ടികളായി നിങ്ങൾ വളരെയധികം സമയമായി ബാബയെ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ പിന്നെ ബാബയെ റിസീവ് ചെയ്തിരിക്കുകയാണ്. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ പുഷ്പങ്ങളാക്കിയ ശേഷം പിന്നെ ശാന്തിധാമത്തിൽ റിസീവ് ചെയ്യും. പിന്നെ നിങ്ങൾ നമ്പർ അനുസരിച്ച് പോകും. എത്ര സഹജമാണ്. ഇങ്ങനെയുള്ള പിതാവിനെ മറക്കാൻ പാടില്ല. കാര്യം വളരെ മധുരവും നേരായതുമാണ്. ഏക കാര്യമാണ്: അൽഫിനെ ഓർമ്മിക്കൂ. ഡീറ്റെയിലായി മനസ്സിലാക്കിക്കുന്നുണ്ടെങ്കിലും അവസാനം പറയുന്നു, അൽഫിനെ ഓർമ്മിക്കൂ. രണ്ടാമതാരുമില്ല. നിങ്ങൾ ഒരു പ്രിയതമൻ്റെ ജന്മജന്മാന്തരങ്ങളിലെ പ്രിയതമയാണ്. ബാബ അങ്ങ് വരികയാണെങ്കിൽ നമ്മൾ അങ്ങയുടേത് തന്നെയാകും എന്ന് പാടി വന്നു. ഇപ്പോൾ ആ ഒന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒന്നിൻ്റേത് തന്നെ ആകേണ്ടതാണ്. നിശ്ചയ ബുദ്ധി വിജയന്തി.
രാവണൻ്റെ മേൽ വിജയം നേടും. പിന്നെ രാമരാജ്യത്തിൽ വരേണ്ടതുണ്ട്. കൽപ്പകൽപ്പങ്ങളിൽ നിങ്ങൾ രാവണൻ്റെ മേൽ വിജയം നേടുന്നു. ബ്രാഹ്മണനായി രാവണൻ്റെ മേൽ വിജയം നേടി. രാമരാജ്യത്തിന്മേൽ നിങ്ങൾക്ക് അവകാശമുണ്ട്. ബാബയെ തിരിച്ചറിഞ്ഞു. രാമരാജ്യത്തിൻ്റെ മേൽ അവകാശം ഉണ്ടാവുകയും ചെയ്തു. പിന്നെ ഉയർന്ന പദവി നേടുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യണം. വിജയമാലയിൽ വരണം. വലിയ വിജയമാലയാണ്. രാജാവാകുമെങ്കിൽ എല്ലാം ലഭിക്കും. ദാസദാസിമാരെല്ലാം നമ്പർ വൈസായി ആകുന്നു. എല്ലാവരും ഒന്നുപോലെ ആയിരിക്കില്ല. ചിലരാണെങ്കിൽ വളരെ സമീപത്ത് കഴിയുന്നു. എന്താണോ രാജാവും റാണിയും കഴിക്കുന്നത്, എന്താണോ ഭണ്ഡാരിയിൽ തയ്യാറാകുന്നത്, അതെല്ലാം ദാസദാസിമാർക്ക് ലഭിക്കുന്നു. അതിനെ 36 പ്രകാരത്തിലുള്ള ഭോജനം എന്ന് പറയുന്നു. പദം പതി എന്നും രാജാക്കന്മാരെയാണ് പറയുന്നത്. പ്രജകളെ പദം പതി, കോടി പതി എന്ന് പറയുകയില്ല. അവിടെ ധനത്തിൻ്റെ ചിന്ത ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ ഈ അടയാളങ്ങൾ ദേവതമാരുടേതാണ്. എത്ര ഓർമ്മിക്കുമോ അത്രയും സൂര്യവംശത്തിൽ വരും. പുതിയ ലോകത്തിൽ വരേണ്ടതുണ്ടല്ലോ. മഹാരാജാവും മഹാറാണിയും ആകേണ്ടതുണ്ട്. ബാബ നരനിൽ നിന്നും നാരായണൻ ആകുന്നതിൻ്റെ നോളജ് നൽകുന്നു. അതിനെ രാജയോഗം എന്ന് പറയുന്നു. പിന്നെ ഭക്തിമാർഗത്തിലെ ശാസ്ത്രങ്ങളും ഏറ്റവും അധികം നിങ്ങളാണ് പഠിച്ചത്. കുട്ടികളായി നിങ്ങൾ ഏറ്റവും അധികം ഭക്തി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വന്ന് ബാബയുമായി കണ്ടുമുട്ടിയിരിക്കുകയാണ്. ബാബ വളരെ സഹജവും നേരായതുമായ വഴി പറഞ്ഞു തരുന്നു. ബാബയെ ഓർമ്മിക്കൂ. ബാബ കുട്ടികളെ എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നു. ബാബ കുട്ടികളിൽ അർപ്പണമാകുന്നു. അവകാശികളാണ്. അപ്പോൾ അർപ്പണം ആകേണ്ടി വരും. നിങ്ങളും പറഞ്ഞിരുന്നു, ബാബ അങ്ങ് വരികയാണെങ്കിൽ നമ്മൾ അർപ്പണമാകും. ശരീരവും മനസ്സും ധനവും സഹിതം ബലിയർപ്പണമാകും. നിങ്ങൾ ഒരു തവണ ബലിയർപ്പണമാകുന്നു. ബാബ 21 തവണയാകും. ബാബ കുട്ടികളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാവരും പുരുഷാർത്ഥത്തിൻ്റെ നമ്പർ അനുസരിച്ച് തങ്ങളുടെ ഭാഗ്യം എടുക്കാൻ വന്നിരിക്കുന്നു എന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം നമ്മുടെ സ്വത്താണ്. ഇപ്പോൾ എത്ര വേണമോ പുരുഷാർത്ഥം നിങ്ങൾ ചെയ്തുകൊള്ളൂ. എത്രത്തോളം പുരുഷാർത്ഥം ചെയ്യുമോ അത്രയും ഉയർന്ന പദവി നേടും. നമ്പർ 1 തന്നെയാണ് നമ്പർ ലാസ്റ്റിലുള്ളത്. വീണ്ടും തീർച്ചയായും നമ്പർ 1ലേക്ക് പോകും. മുഴുവൻ ആധാരവും പുരുഷാർത്ഥത്തിന്മേലാണ്. ബാബ കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു. ഇപ്പോൾ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുമെങ്കിൽ പാപം ഇല്ലാതാകും. മറ്റത് കാമാഗ്നിയാണ്, ഇത് യോഗാഗ്നിയാണ്. കാമാഗ്നിയിൽ എരിഞ്ഞെരിഞ്ഞ് നിങ്ങൾ കറുത്തുപോയി തീർത്തും ചാരമായി കിടക്കുകയാണ്. ഇപ്പോൾ ഞാൻ വന്ന് നിങ്ങളെ ഉണർത്തുന്നു. തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനം ആകുന്നതിനുള്ള യുക്തി പറഞ്ഞു തരുന്നു. തീർത്തും സിമ്പിളാണ്. ഞാൻ ആത്മാവാണ്. ഇത്രയും സമയം ദേഹാഭിമാനത്തിൽ കഴിഞ്ഞത് കാരണം നിങ്ങൾ തലകീഴായി തൂങ്ങിക്കിടക്കുകയായിരുന്നു. ഇപ്പോൾ ദേഹി അഭിമാനിയായി ബാബയെ ഓർമ്മിക്കൂ. വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. ബാബ കൊണ്ടുപോകുന്നതിനായി വന്നിരിക്കുകയാണ്. നിങ്ങൾ ക്ഷണം നൽകി. ബാബ വരികയും ചെയ്തു. പതിതരെ പാവനമാക്കി വഴികാട്ടിയായി എല്ലാ ആത്മാക്കളെയും കൊണ്ടുപോകും. ആത്മാവിന് തന്നെയാണ് യാത്ര പോകേണ്ടത്. നിങ്ങൾ പാണ്ഡവ സമ്പ്രദായമാണ്. പാണ്ഡവരുടെ രാജ്യം ഉണ്ടായിരുന്നില്ല, കൗരവരുടെ രാജ്യമുണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ രാജപദവും ഇല്ലാതായിരിക്കുകയാണ്. ഇപ്പോൾ ഭാരതത്തിൻ്റെ എത്ര മോശമായ അവസ്ഥ ഉണ്ടായിരിക്കുകയാണ്. നിങ്ങൾ പൂജ്യവും വിശ്വത്തിൻ്റെ അധികാരിയുമായിരുന്നു. ഇപ്പോൾ പൂജാരിയായിരിക്കുന്നു. അപ്പോൾ വിശ്വത്തിൻ്റെ അധികാരിയായ ആരും തന്നെയില്ല. വിശ്വത്തിൻ്റെ അധികാരി കേവലം ദേവീദേവത തന്നെയാണ് ആകുന്നത്. വിശ്വത്തിൽ ശാന്തി ഉണ്ടാകണം എന്നവർ പറയുന്നു. നിങ്ങൾ ചോദിക്കൂ, വിശ്വത്തിൽ ശാന്തി എന്ന് എന്തിനെയാണ് പറയുന്നത്? വിശ്വത്തിൽ ശാന്തി എപ്പോഴാണ് ഉണ്ടായിരുന്നത്? വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും
റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. പറയൂ, വിശ്വത്തിൽ ശാന്തി എപ്പോൾ ഉണ്ടായിരുന്നു? നിങ്ങൾ ഏതൊരു ശാന്തിയാണ് ആഗ്രഹിക്കുന്നത്? ആർക്കും പറയുവാൻ സാധിക്കില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, വിശ്വത്തിൽ ശാന്തി സ്വർഗത്തിലാണ് ഉണ്ടായിരുന്നത്. അതിനെ പാരഡൈസ് എന്ന് പറയുന്നു. ക്രിസ്ത്യൻസ് പറയുന്നു, തീർച്ചയായും ക്രൈസ്റ്റിന് 3000 വർഷം മുമ്പ് പാരഡൈസ് ഉണ്ടായിരുന്നു. അവരുടേത് പവിഴ ബുദ്ധിയും ആകുന്നില്ല, കല്ല് ബുദ്ധിയും ആകുന്നില്ല. ഭാരതവാസികൾ തന്നെയാണ് പവിഴ ബുദ്ധിയും കല്ല് ബുദ്ധിയുമാകുന്നത്. ന്യൂ വേൾഡിനെ ഹെവൻ എന്ന് പറയുന്നു, പഴയതിനെ ഹെവൻ എന്ന് പറയില്ല. കുട്ടികൾക്ക് ബാബ ഹെല്ലിൻ്റെയും ഹെവൻ്റെയും രഹസ്യം മനസ്സിലാക്കിച്ചു തന്നു. ഇത് റീറ്റെയിലാണ്. ഹോൾസെയിലായി കേവലം ഒരു വാക്ക് പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. ബാബയിലൂടെ തന്നെയാണ് പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുന്നത്. ഇതും പഴയ കാര്യമാണ്. 5000 വർഷം മുമ്പ് ഭാരതത്തിൽ സ്വർഗമുണ്ടായിരുന്നു. ബാബ കുട്ടികൾക്ക് സത്യസത്യമായ കഥ പറഞ്ഞു തരുന്നു. സത്യനാരായണൻ്റെ കഥയും 3ാമത്തെ നേത്രത്തിൻ്റെ കഥയും അമരകഥയും പ്രസിദ്ധമാണ്. നിങ്ങൾക്കും ജ്ഞാനത്തിൻ്റെ 3ാമത്തെ നേത്രം ലഭിക്കുന്നു. അതിനെ 3ാമത്തെ നേത്രത്തിൻ്റെ കഥ എന്ന് പറയുന്നു. അവരാണെങ്കിൽ ഭക്തിയുടെ പുസ്തകം ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പോൾ കുട്ടികളായി നിങ്ങളെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മനസ്സിലാക്കിക്കുന്നു. റീറ്റെയിലും ഹോൾസെയിലും ഉണ്ടല്ലോ. ഇത്രയും ജ്ഞാനം കേൾപ്പിക്കുന്നു. അതായത് സാഗരത്തെ മഷിയാക്കിയാലും അവസാനം വരെയും എത്തില്ല. ഇതായി റീറ്റെയിൽ. ഹോൾസെയിലായി കേവലം പറയുന്നു, മന്മനാഭവ. വാക്കേ ഒന്നാണ്. അതിൻ്റെ അർത്ഥവും നിങ്ങൾ മനസ്സിലാക്കുന്നു. മറ്റാർക്കും പറയാൻ സാധിക്കില്ല. ബാബ സംസ്കൃതത്തിലൊന്നുമല്ല ജ്ഞാനം നൽകിയത്. ഒരു രാജാവ് സ്വന്തം ഭാഷയായിരിക്കും ഉപയോഗിക്കുന്നത്. നമ്മുടെ ഭാഷ ഒരേ ഒരു ഹിന്ദി തന്നെയായിരിക്കും. പിന്നെ സംസ്കൃതം എന്തിനു പഠിക്കണം? എത്ര പൈസ ചിലവ് ചെയ്യുന്നു? നിങ്ങളുടെ അടുക്കൽ ആര് തന്നെ വന്നാലും അവരോട് പറയൂ, ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. അപ്പോൾ ശാന്തിധാമത്തിൻ്റെയും സുഖധാമത്തിൻ്റെയും സമ്പത്ത് ലഭിക്കും. ഇത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇരുന്ന് മനസ്സിലാക്കൂ. ബാക്കി നമ്മുടെ അടുക്കൽ മറ്റൊരു കാര്യവുമില്ല. ബാബ അൽഫിനെ കുറിച്ച് തന്നെയാണ് മനസ്സിലാക്കിക്കുന്നത്. അൽഫിൽ നിന്ന് തന്നെയാണ് സമ്പത്ത് ലഭിക്കുന്നത്. ബാബയെ ഓർമ്മിക്കൂ. അപ്പോൾ പാപം നശിക്കട്ടെ. പിന്നെ പവിത്രമായി ശാന്തിധാമത്തിലേക്ക് പോകും. ശാന്തി ദേവ എന്ന് പറയുകയും ചെയ്യുന്നു. ബാബ തന്നെയാണ് ശാന്തിയുടെ സാഗരം. അപ്പോൾ ആ ഒന്നിനെ തന്നെയാണ് ഓർമ്മിക്കുന്നത്. ബാബ സ്ഥാപിക്കുന്ന സ്വർഗം ഇവിടെ തന്നെയായിരിക്കും. സൂക്ഷ്മവതനത്തിൽ ഒന്നും തന്നെയില്ല. ഇത് സാക്ഷാത്കാരത്തിൻ്റെ കാര്യങ്ങളാണ്. ഇങ്ങനെ ഫരിസ്ത ആകേണ്ടതുണ്ട്. ആകേണ്ടത് ഇവിടെ തന്നെയാണ്. ഫരിസ്തയായ ശേഷം പിന്നെ വീട്ടിലേക്ക് പോകും. രാജധാനിയുടെ സമ്പത്ത് ബാബയിൽ നിന്നും ലഭിക്കുന്നു. ശാന്തിയും സുഖവും 2 സമ്പത്തും ലഭിക്കുന്നു. ബാബയെ അല്ലാതെ മറ്റാരെയും സാഗരം എന്ന് പറയാൻ സാധിക്കില്ല. ബാബ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. ആ ഒന്നിന് തന്നെയാണ് സർവരുടെയും സദ്ഗതി ചെയ്യാൻ സാധിക്കുന്നത്. ബാബ ചോദിക്കുന്നു, ഞാൻ നിങ്ങളുടെ പിതാവും ടീച്ചറും ഗുരുവുമാണ്. നിങ്ങളുടെ സദ്ഗതി ചെയ്യുന്നു. പിന്നെ നിങ്ങളുടെ ദുർഗതി ആരാണ് ചെയ്യുന്നത്? രാവണൻ. ദുർഗതിയുടെയും സദ്ഗതിയുടെയും കളിയാണിത്. ആരെങ്കിലും കുഴങ്ങിപ്പോകുന്നുവെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഭക്തിമാർഗത്തിൽ ചോദ്യങ്ങൾ അനേകം ഉയരുന്നു. ജ്ഞാനമാർഗത്തിൽ ചോദ്യത്തിൻ്റെ കാര്യമേ ഇല്ല. ശാസ്ത്രങ്ങളിലാണെങ്കിൽ ശിവബാബ മുതൽ ദേവതമാരെ വരെയും എത്ര ഗ്ലാനി ചെയ്തിരിക്കുകയാണ്. ആരെയും വിട്ടില്ല. ഇതും ഡ്രാമയിൽ ഉണ്ടാക്കപ്പെട്ടതാണ്. വീണ്ടും ചെയ്യും. ബാബ പറയുന്നു, ഈ ദേവീ ദേവതാ ധർമ്മം വളരെയധികം സുഖം നൽകുന്ന ഒന്നാണ്. പിന്നെ ഈ ദുഃഖം ഉണ്ടായിരിക്കുകയില്ല. ബാബ നിങ്ങളെ എത്ര വിവേകശാലിയാക്കുന്നു. ഈ ലക്ഷ്മി നാരായണൻ വിവേകശാലിയാണ്. അതിനാലാണ് വിശ്വത്തിൻ്റെ അധികാരിയായിരിക്കുന്നത്. അവിവേകികൾക്ക് വിശ്വത്തിൻ്റെ അധികാരിയാകാൻ സാധിക്കില്ല.
മുൻപ് നിങ്ങൾ മുള്ളായിരുന്നു, ഇപ്പോൾ പുഷ്പമായി കൊണ്ടിരിക്കുന്നു. അതിനാൽ ബാബയും റോസാ പുഷ്പം കൊണ്ടുവരുന്നു, ഇങ്ങനെയുള്ള പുഷ്പമാകണം. സ്വയം വന്ന് പുഷ്പങ്ങളുടെ പൂന്തോട്ടം നിർമ്മിക്കുന്നു. പിന്നെ രാവണൻ വരുന്നു മുള്ളുകളുടെ കാടാക്കുവാൻ. എത്ര ക്ലിയറാണ്! ഇതെല്ലാം സ്മരിക്കണം. ഒന്നിനെ ഓർമ്മിക്കുന്നതിലൂടെ അതിൽ എല്ലാം ഉൾപ്പെടുന്നു. ബാബയിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നു. ഇത് വളരെ വലിയ സമ്പത്താണ്. ശാന്തിയുടെയും സമ്പത്ത് ലഭിക്കുന്നു. കാരണം ശാന്തിയുടെ സാഗരം ആ ഒന്നാണ്. ഒരിക്കലും ലൗകിക പിതാവിൻ്റെ മഹിമ ഇങ്ങനെ ചെയ്യുകയില്ല. ശ്രീകൃഷ്ണൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഏറ്റവും ആദ്യത്തെ ജന്മവും കൃഷ്ണൻ്റേതാണ് ഉണ്ടാകുന്നത്. അതിനാൽ കൃഷ്ണനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു. ബാബ കുട്ടികൾക്ക് തന്നെയാണ് മുഴുവൻ വീടിൻ്റെയും സമാചാരം നൽകുന്നത്. ബാബയും തികഞ്ഞ വ്യാപാരിയാണ്. ആരെങ്കിലും ഇങ്ങനെയുള്ള വ്യാപാരം ചെയ്യുന്നത് വിരളമാണ്. ആരെങ്കിലും ഹോൾസെയിൽ വ്യാപാരിയാകുന്നത് പ്രയാസമാണ്. നിങ്ങൾ ഹോൾസെയിൽ വ്യാപാരിയാണല്ലോ. ബാബയെ ഓർമ്മിച്ചു കൊണ്ടേയിരിക്കുന്നു. ചിലർ റീറ്റെയിലിൽ വ്യാപാരം ചെയ്ത് പിന്നെ മറന്നു പോകുന്നു. ബാബ പറയുന്നു, നിരന്തരം ഓർമ്മിച്ചു കൊണ്ടേയിരിക്കൂ. സമ്പത്ത് ലഭിച്ചുവെങ്കിൽ പിന്നെ ഓർമ്മിക്കേണ്ട ആവശ്യമേ ഉണ്ടായിരിക്കില്ല. ലൗകിക സംബന്ധത്തിൽ പിതാവ് വൃദ്ധനാകുമ്പോൾ ചില കുട്ടികൾ അവസാനം വരെയും സഹായകർ ആകുന്നു. ചിലരാണെങ്കിൽ സ്വത്ത് ലഭിക്കുമ്പോൾ ഇല്ലാതാക്കി കളയുന്നു. ബാബ എല്ലാ കാര്യങ്ങളുടെയും അനുഭവിയാണ്. അതിനാലാണ് ബാബ ഇദ്ദേഹത്തെ തൻ്റെ രഥമാക്കിയത്. ദാരിദ്ര്യം, സമ്പന്നത എല്ലാത്തിലും അനുഭവിയാണ്. ഡ്രാമ അനുസരിച്ച് ഇത് ഒരേ ഒരു രഥമാണ്. ഇതൊരിക്കലും മാറ്റാൻ സാധിക്കില്ല. ഡ്രാമ ഉണ്ടാക്കപ്പെട്ടതാണ്. ഇതിൽ ചേഞ്ച് ഒരിക്കലും ഉണ്ടാവുക സാധ്യമല്ല. എല്ലാ കാര്യങ്ങളും ഹോൾസെയിലായും റീറ്റെയിലായും മനസ്സിലാക്കിച്ച് പിന്നെ അവസാനം പറയുന്നു മന്മനാഭവ മധ്യാജീഭവ. മന്മനാഭവയിൽ എല്ലാം ഉൾപ്പെടുന്നു. ഇത് വളരെ വലിയ ഖജനാവാണ്. അതിലൂടെ സഞ്ചി നിറയുന്നു. അവിനാശി ജ്ഞാനരത്നങ്ങൾ ഓരോന്നും 1,00,000 രൂപയുടേതാണ്. നിങ്ങൾ പദമാപദം ഭാഗ്യശാലിയാകുന്നു. ബാബ സന്തോഷം, സന്തോഷമില്ലായ്മ രണ്ടിൽ നിന്നും വേറിട്ടവനാണ്. സാക്ഷിയായി ഡ്രാമയെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ പാർട്ട് അഭിനയിക്കുന്നു. ഞാൻ പാർട്ട് അഭിനയിക്കുമ്പോഴും സാക്ഷിയാണ്. ജനന മരണത്തിൽ വരുന്നില്ല. മറ്റാർക്കും ഇതിൽ നിന്നും ഒഴിവാകാൻ സാധിക്കില്ല. മോക്ഷം ലഭിക്കുക സാധ്യമല്ല. ഇത് അനാദിയായി മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട ഡ്രാമയാണ്. ഇതും വണ്ടർഫുള്ളാണ്. ചെറിയൊരു ആത്മാവിൽ മുഴുവൻ പാർട്ടും അടങ്ങിയിരിക്കുകയാണ്. ഈ അവിനാശി ഡ്രാമ ഒരിക്കലും നശിക്കുന്നില്ല. ശരി. മധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം സർവീസബിളായ കുട്ടികൾക്ക് നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ച് സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ഏതുപോലെ ബാബ കുട്ടികളിൽ അർപ്പണമാകുന്നു, അതേപോലെ ശരീരവും മനസ്സും ധനവും സഹിതം ഒരു തവണ ബാബയിൽ പൂർണ്ണമായും ബലിയർപ്പണമായി 21 ജന്മത്തിൻ്റെ സമ്പത്ത് നേടണം. ബാബ അവിനാശിയും അമൂല്യവുമായ ഖജനാവ് നൽകുന്നു. അതിലൂടെ തൻ്റെ സഞ്ചി സദാ നിറച്ചു വയ്ക്കണം. സദാ ഈ സന്തോഷത്തിലും ലഹരിയിലും ഇരിക്കണം. നമ്മൾ പദമാപദം ഭാഗ്യശാലിയാണ്. വരദാനം. ബ്രാഹ്മണ ജീവിതത്തിൻ്റെ പ്രോപ്പർട്ടിയും പേഴ്സണാലിറ്റിയും അനുഭവിക്കുകയും അനുഭവിപ്പിക്കുകയും ചെയ്യുന്ന വിശേഷ ആത്മാവായി ഭവിക്കട്ടെ. ബാബ്ദാദ എല്ലാ ബ്രാഹ്മണ കുട്ടികൾക്കും ഈ സ്മൃതി വരുത്തുന്നു. ബ്രാഹ്മണരായി മാറി. ആഹാ ഭാഗ്യം! എന്നാൽ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ സമ്പത്ത്, പ്രോപ്പർട്ടി സന്തുഷ്ടതയാണ്. ബ്രാഹ്മണ ജീവിതത്തിൻ്റെ പേഴ്സണാലിറ്റി പ്രസന്നതയാണ്. ഈ അനുഭവത്തിൽ നിന്നും ഒരിക്കലും വഞ്ചിതരായിരിക്കരുത്. അധികാരിയാണ്. ദാതാവും വരദാതാവും തുറന്ന മനസ്സോടെ
പ്രാപ്തികളുടെ ഖജനാവ് നൽകിക്കൊണ്ടിരിക്കുന്നു എന്നിരിക്കെ അതിനെ അനുഭവത്തിൽ കൊണ്ടുവരൂ, മറ്റുള്ളവരെയും അനുഭവിയാക്കൂ. അപ്പോൾ വിശേഷ ആത്മാവ് എന്ന് പറയും. സ്ലോഗൻ: ലാസ്റ്റ് സമയത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം ലാസ്റ്റ് സ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കൂ. ഓം ശാന്തി. മനസ്സിലെ സങ്കല്പങ്ങളെ ഞാൻ നിരീക്ഷിക്കുന്നു. എൻ്റെ സങ്കല്പങ്ങളെ നിരീക്ഷിക്കുമ്പോൾ സങ്കല്പങ്ങളുടെ വേഗത സാവധാനത്തിൽ ആകുന്നു. സദ്വിവേകത്തെ ഉണർത്തി സൂക്ഷ്മമായ മനോവിഷമങ്ങൾക്കും പിരിമുറുക്കങ്ങൾക്കും വിട നൽകി അവയിൽ നിന്നും എൻ്റെ മനസ്സിനെ ഞാൻ സ്വതന്ത്രമാക്കുന്നു. വിപരീത സാഹചര്യങ്ങളെയും വിഘ്നങ്ങളെയും അതിജീവിക്കുവാനുള്ള ശക്തി എന്നിലുണ്ട്. ഞാൻ എല്ലാ വ്യർത്ഥ വികൽപ്പങ്ങൾക്കും വിരാമമിട്ട് എൻ്റെ നിജസ്വരൂപത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഒരു അലൗകിക പ്രകാശബിന്ദുവായി അമരമായ ആത്മാവാണ് ഞാൻ. ഈ ആത്മസ്മൃതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശാന്തിയാകുന്ന എൻ്റെ നൈസർഗിക ഗുണം ഞാൻ അനുഭവിക്കുന്നു. എന്നിൽ നിന്നും ശാന്തിയുടെ പ്രകാശവീചികൾ നാനാ ദിശകളിലേക്കും വ്യാപിക്കുന്നു. ഈ സ്ഥിതിയിലിരുന്ന് ദേഹത്തിൽ നിന്നും ദേഹത്തിൻ്റെ ലോകത്തിൽ നിന്നും ബുദ്ധിയുടെ ബന്ധം വേർപെടുത്തി പരമധാമം ആകുന്ന ആത്മഗ്രഹത്തിലേക്ക് സങ്കല്പത്തിലൂടെ യാത്ര ചെയ്യുന്നു. സർവത്ര ശാന്തതയും സ്വീറ്റ് സൈലൻസും നിറഞ്ഞ ഈ ലോകത്തിൽ ഞാൻ സ്വതന്ത്രമാണ്. ഭാരരഹിതമാണ്. ശാന്ത സ്വരൂപമാണ്. നിശബ്ദതയുടെ ഈ ധാമത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശാന്തിയുടെ സ്പന്ദനങ്ങൾ എനിക്ക് അനുഭവപ്പെടുന്നു. ആ ദിവ്യമായ ശാന്തിയുടെ സ്രോതസ്സായ ശിവപരമാത്മാവിൻ്റെ സമീപം സ്ഥിതി ചെയ്യുന്നു.
ശാന്തി സാഗരനും സർവശക്തിവാനും ജ്ഞാനസൂര്യനുമായ പരമാത്മാവിൻ്റെ ഈ ശ്രേഷ്ഠ സംഘത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശാന്തിയുടെയും ശക്തിയുടെയും ആത്മീയ ഊർജം എന്നിൽ നിറയുന്നു. പരമാത്മാവിൽ നിന്നും പ്രസരിക്കുന്ന ശക്തിശാലി സ്പന്ദനങ്ങൾ മനസ്സിനെയും ബുദ്ധിയെയും പ്രകാശമാനമാക്കുന്നു. അഗ്നിക്ക് പരിവർത്തന ശക്തി ഉണ്ടായിരിക്കുന്നത് പോലെ ഈ പരമാത്മാ പ്രകാശം എന്നിലെ പരിമിതമായ വ്യക്തിത്വ ഭാവങ്ങളെ സമാപ്തമാക്കി അപരിമിതമായ അലൗകിക വ്യക്തിത്വം എമർജ് ആക്കുന്നു. ശാന്തിയുടെയും ശക്തിയുടെയും അലൗകിക ഈശ്വരീയ അനുഭവങ്ങളാൽ സമ്പന്നമായി ഞാൻ സ്മൃതിയുടെ ശക്തിയിലൂടെ സാകാര ദേഹത്തിലേക്ക് മടങ്ങി വരുന്നു. എന്നിൽ നിന്നും ശാന്തിയുടെയും ശക്തിയുടെയും ശ്രേഷ്ഠ തരംഗങ്ങൾ നാനാ ദിശകളിലേക്കും വ്യാപിക്കുന്നു. ഈ തരംഗങ്ങൾ അന്തരീക്ഷത്തെ, വായുമണ്ഡലത്തെ ശക്തിശാലിയും ശാന്തവുമാക്കി മാറ്റുന്നു.